നഹ്ശുറുഹും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിന്റെ അന്ന് അലാ വുജൂഹിഹിം മുഖം നിലത്ത് കുത്തിയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിരിക്കില്ല നിൽക്കാന്ന്, മുഖത്തായിരിക്കും നിൽക്കുക, മുഖം നിലത്ത് കുത്തിയിട്ടായിരിക്കും നിൽക്കുക. എന്നിട്ടോ കണ്ണും കാണൂല, വബുക്കുമ പറയാൻ കഴിയില്ല, വസുമ്മ ചെവിയും കേൾക്കൂല. എന്തായിരിക്കും അവസ്ഥ? എത്ര നേരം? 1 മണിക്കൂർ 2 മണിക്കൂറല്ല, 50,000 വർഷത്തോളം മഹ്ശറിൽ നിൽക്കണം മനുഷ്യന്മാർ. 50,000 വർഷത്തോളം. ഒരു 50,000 വർഷം ഒരു മനുഷ്യൻ നിലത്ത് മുഖം കുത്തി കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഹിദായത്ത് കിട്ടാത്തതുകൊണ്ട്. വമഅവാഹും ജഹന്നം, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. കുല്ലമാ ഖബത്, അതിന്റെ തീ കെട്ടണഞ്ഞു പോകുമ്പോഴെല്ലാം സിദ്നാഹും സഈറ, തീ ഞാൻ ആളിക്കൊടുക്കും, ആളിക്കത്തിച്ചു കൊടുക്കുന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ധത, മൂകത, ബധിരത, പിന്നെ തലകുത്തി നിൽക്കുക. അള്ളാഹു നാം ഏവരെ രക്ഷിക്കുമാറാകട്ടെ. അന്ധതയും മൂകതയും ബധിരതയും സംഭവിച്ചൊരു മനുഷ്യനല്ല ഈ ലോകത്ത്. എന്നിട്ട് എന്താ നിങ്ങൾ അതിന്റെ അവസ്ഥ ആലോചിച്ച്? കാണാൻ കഴിയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. പിന്നെ ആ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കുക? കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞേ? ഒന്നില്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ കാണണം. ഇത് രണ്ടുമില്ല, മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല. വെറും എന്തുമാത്രം? സ്പർശനം മാത്രം. സ്പർശനം മാത്രം. ഖുർആൻ പഠിക്കണമെങ്കിൽ സ്പർശനം. ഇത് ഹിദായത്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്പർശനം. അള്ളാഹുവിന്റെ കലാമ് വായിക്കുന്നത് സ്പർശനത്തിലൂടെ, റസൂലിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുന്നത് സ്പർശനത്തിലൂടെ. ഇപ്പൊ മനസ്സിലായോ? ചെവിയും കണ്ണും അല്ല എന്ത്? ബ്ലോക്ക് ഹൃദയമാണ്. അദ്ദേഹത്തെ കാണിച്ചു തരാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ദാഇയാണ്, ചില്ലറല്ല, ദാഇ ഫായിസ് അസ്സുബൈത്തി ഹഫിളഹുല്ലാ. ദഅവത്ത് നടത്തുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ദഅവത്ത് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? പഠിക്കണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്നത്? സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ ഉണ്ട്. എന്താണ്? കണ്ണ് കാണാൻ കഴിയുന്ന പക്ഷെ കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് ക്ലബ്ബുകളുണ്ട്. അവിടെയാണ് ശേഖന്മാര് പോയിട്ട് ക്ലാസ് എടുക്കുക. അവര് കണ്ണ് കാണും, ആംഗ്യം കാണിക്കും. ആ ആംഗ്യ ഭാഷയിലൂടെ ചെവി കേൾക്കാത്ത ആളുകൾ ദീൻ പഠിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും, സംഗതികളൊക്കെ മനസ്സിലാവും. പക്ഷേ ഫായിസ് അസ്സുബൈത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതും കഴിയില്ല, കണ്ണ് കാണാനും കഴിയുന്നില്ല, കണ്ണും കാണാൻ. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത്? ആ സദസ്സിൽ അദ്ദേഹം പോകും. ഫായിസ് സുബൈത്തി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അല്ല, ഷെയ്ഖ് ഇവിടെ നിന്ന് പ്രസംഗിക്കും, അറബിയിൽ ഒച്ചയിൽ സംസാരിക്കും. ഇവിടെയുള്ള ട്രാൻസ്ലേറ്റർ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അത് മനസ്സിലാക്കും. ചെവി കേൾക്കാത്ത ആളുകൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കും, എന്താണ് ദീൻ എന്ന് പഠിക്കും. എന്നിട്ടോ ഫായിസ് സുബൈത്തിക്ക് അതും അറിയില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇത് കേൾക്കുന്ന ആള് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന്. 3 ട്രാൻസ്ലേറ്റർമാരാണ്. അങ്ങനെയാണ് ദീൻ പഠി. എന്നിട്ടാണ് അദ്ദേഹം പോയിട്ട് ദഅവത്ത് നടത്തുന്നത്. എവിടെയാണ് നമ്മളെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ക്ലാസ്സുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ചാൻസുകൾ ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ. എവിടെയാണ് ഇദ്ദേഹം? അദ്ദേഹത്തിന്റെ അവസ്ഥ. شبكة مزامير آل داود تقدم التفاهم معها كلها باللبس. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى صلوا وسلموا على النبي عليه الصلاة والسلام. السلام عليكم ورحمة الله وبركاته. أنا سعيد جدا برؤيتكم. الحمد لله الذي خلقنا وأوجدنا، والحمد لله الذي أدركنا هذه الأيام. أنا والله ضايق صدري. ليش؟ آخذ المصحف، أنا ما أشوف المصحف يا جماعة، ما أشوف المصحف، ما فيه. أنا ضايق صدري لأني ما أستطيع قراءة القرآن. أنا أحب القرآن، أتمنى أني أقرأ هذا الكلام العسل لأنه أغلى كلام. احمدوا ربكم على هذا البصر أنكم تبصرون وتشوفون ولا تقرؤون القرآن. هذه يعني كثير من الناس
كثير من الناس يعني لا يشكر الله جل وعلا على هذه النعمة، نعمة البصر. تخيل أن بصرك يروح، تندم مرى عليك القرآن ولا تقرأ القرآن. إذن يا أخي متع بصرك بهذا القرآن، اقرأ، استعذ بالله، تعوذ بالله من الشيطان، اقرأ كثيرا يا أخي، استفد، متع بصرك بكلام الله وكلام رسوله وقواك وجوارح. അർത്ഥം കണ്ടിരുന്നോ അർത്ഥം? പറഞ്ഞുതരാം. അദ്ദേഹം പറയാണ്, ഞാൻ വളരെയധികം ഹൃദയവേദനയോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാന്റെ കലാമ് ഇതെനിക്ക് വായിക്കാൻ പറ്റണില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിനാൽ. അതിനാൽ വളരെ ഹൃദയവേദനയോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിശുദ്ധ ഖുർആൻ, ഈ തേനൂറുന്ന വചനം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക തന്നെ വേണം. അതായത് ഈ നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണ്, ആ കണ്ണിന് നിങ്ങൾ അനുഗ്രഹം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കുളിർമ അണിയിക്കണം, അല്ലെങ്കിൽ ആസ്വദിപ്പിക്കണം അള്ളാഹുവിന്റെ ഈ കലാമ കൊണ്ട്. ഇത് വളരെ വലിയൊരു കലാമാണ് എന്ന് കണ്ണിന് അന്ധത ബാധിച്ച പക്ഷെ ഹൃദയത്തിന് അന്ധതയില്ലാത്ത അദ്ദേഹം നമ്മോട് പറയണം. അദ്ദേഹം റമദാനിൽ ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളിൽപ്പെട്ട ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറയാണ്, എനിക്ക് യാതൊരു പരിഭവമില്ല, എനിക്ക് കണ്ണില്ല, കാതില്ല, എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം എന്താ? ഈ ആയത്ത്. ഞാനൊരു 60 വർഷേ ഏറി വന്നാൽ ജീവിക്കുള്ളൂ. പക്ഷേ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അങ്ങനെ 50,000 വർഷം നിൽക്കേണ്ടി വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവും അതിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. അല്ലാഹു തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയാണ്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവാണ് ഒരുപാട് ജീവജാലങ്ങളെ, പാമ്പുകളെ, തേളുകളൊക്കെ സൃഷ്ടിച്ചവനാരാ? അള്ളാഹുവാണ്. എന്നാ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷെറുള്ള, ഏറ്റവും വൃത്തികെട്ട ഇഴജന്തു അതാരാണെന്നറിയോ? അസ്സും അൽ ബുക്കും അല്ലദീന ലാ യഅഖിലൂൻ. വർത്തമാനം പറയാത്ത, ചെവി കേൾക്കാൻ കഴിയാത്ത, ബുദ്ധിയില്ലാത്ത ആളുകൾ. അതായത് ആര്? ഹൃദയത്തിന് സീല് വെക്കപ്പെട്ട ആളുകൾ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്ന് വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും ഒരുപാട് ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ലഹും കുലൂബ്, അവർ എവിടേക്കാ പോവാ? നരകത്തിലേക്ക്. എന്തേ കാരണം? ലഹും കുലൂബ്, അവർക്ക് ഹൃദയമുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയം പമ്പയിനില്ല എന്നാണോ? ലാ യഫ്ഖഹൂന ബിഹാ എന്നാണോ പറഞ്ഞത്? ആ ഹൃദയം പമ്പയിനില്ല, അതിൽ ബ്ലോക്ക് ഉണ്ട് എന്നാണോ? അല്ല, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, എന്തുണ്ട്? കണ്ണുകളുണ്ട്, പക്ഷേ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവികളുണ്ട്, കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവര് മൃഗതുല്യരാണ് ആ ആളുകൾ. ബൽ, അല്ല, ഹും അവൽ. ബൽ എന്ന് പറഞ്ഞ അല്ല, ബൽ ഹും അവൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചവരാണ് അവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ആര്? ഗാഫിലീങ്ങൾ. അല്ലാഹു തആല ബൽ ഹും അവൽ എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടാവില്ലേ? മൃഗങ്ങളെക്കാൾ അധപതിച്ചവരാണെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ സാധാരണ പറയില്ലേ മൃഗതുല്യരാണ് എന്നൊക്കെ. അള്ളാഹു പറഞ്ഞാൽ അത് അതേപടിയാണ്. എന്തേ കാരണം? ഒരു മൃഗത്തിന്റെ ഒരു സംഗതി കാണിച്ചു തരാം. അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്. നമ്മൾ അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ തുടങ്ങിയിട്ടില്ല കുറെ നാള്. എന്നാൽ ഒരു മൃഗത്തിന് എന്ത് സംഭവിക്കുന്നു അള്ളാഹിന്റെ കലാം കേൾക്കുമ്പോൾ? കാണുക. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.